സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞായറാഴ്ചയായിട്ട് ഉച്ച സമയത്ത് നിങ്ങൾ വിശന്നിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ സൂര്യ കോമഡിയുടെ കുക്കോ കുക്കിൻ്റെ പ്രേക്ഷകർ നമ്മുടെ ഡിഷസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഒത്തിരി അധികം ഫീഡ്ബാക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഞാൻ കലവറ നോക്കിയപ്പോൾ ക്യാരറ്റാണ് മിക്കതായിട്ടും കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫിഷും കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തോ ആണ് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പാണ്. സോ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിച്ച് തല ഇങ്ങനെ പുകയുന്നതിന് പകരം നമുക്ക് നേരെ നമ്മുടെ ഷെഫിനെ വിളിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം ഷെഫിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. നമസ്കാരം. ഇത്രയും എപ്പിസോഡൊക്കെ അടിപൊളിയായിട്ട് ചെയ്തോണ്ട് കുറച്ചുകൂടി വേണം. അപ്പൊ നമുക്ക് ഷെഫ് തന്നെ പറയും, എന്നെ പറ്റി പൊക്കി പറയും ചേഞ്ചിന്. ഈ പ്രാവശ്യം ഡ്രസ് ആണല്ലോ, ഭംഗിയില്ല. അതൊരു എൻവയോൺമെന്റൽ ഡേ ആണോ? എനിക്ക് വയ്യ. എനിക്ക് വന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ ഇങ്ങനത്തെ ഓരോ ചളികളായിട്ട് തുടങ്ങാൻ വയ്യ. രസമില്ല, ഭംഗിയിലാണ്. പൊടിയൊന്നും പറഞ്ഞു വീഴത്തില്ലല്ലോ, ചിലപ്പോ അറിയില്ല, വീണൊന്നൊക്കെ വരും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം. ഗസ്റ്റ് ഇതൊക്കെ അനുഭവിക്കണം, അങ്ങനെ തന്നെ വേണം അല്ലേ? അല്ല, നമ്മളിപ്പോ ഉണ്ടല്ലോ, ഞാനിപ്പം ഇത് നോക്കിയ സമയത്ത് ക്യാരറ്റും ഫിഷും ഇതെന്ത് കോമ്പിനേഷനാണ്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കോമ്പിനേഷനാണ് ക്യാരറ്റും ഫിഷും. അല്ല, എന്റെ വേറൊരു പേരുണ്ട്, മാജിക് കിങ് ഷെഫ് ആണ്, അറിയത്തില്ലല്ലേ? മാജിക്കില് ഇത്രയും അറിഞ്ഞു വെച്ചിട്ടുള്ള പരിചയം വെച്ചിട്ട് മാജിക് അല്ല, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് വരുന്ന ആളെ ഒന്ന് ഞെട്ടിക്കാം. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കണ്ടേ? ഗസ്റ്റിനെ പറ്റി നമുക്ക് പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി അധികം സിനിമകളിൽ നമുക്ക് വളരെ പരിചയമായിട്ട് നമുക്ക് ചേട്ടനെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ചേട്ടനോട് ഒരു സ്നേഹം തോന്നിപ്പോവും ഓട്ടോമാറ്റിക്കലി. അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, അതിനെക്കാട്ടിയും വല്ലതെന്ന് പറഞ്ഞത് ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ്. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മുടെ സ്വന്തം സാജു നവ്യ ചേട്ടനാണ് നമ്മൾ വിളിക്കുന്നത്. വെൽക്കം ടു അവർ ഷോ. ഞാൻ ഷായി ചേട്ടനെ പ്രതീക്ഷിച്ചത്. ഇതാണ് നമ്മുടെ ഷായി ചേട്ടൻ. ഇതൊരു മോൾഡ് ചെയ്തെടുത്തതാ ആണല്ലേ? എന്താ സംഭവിച്ചേ? വെയിറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് അതല്ലേ? ഫുഡ് മലയാളികള് വെയിറ്റ് കുറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഷുഗർ ആണോ? ഇത് സംഭവം എന്താ, ഇപ്പൊ എവിടെ ചെന്നതിന് ചോദിക്കണ ഷുഗർ ആണല്ലേ? അപ്പൊ നന്നായാലും കുറ്റം, ചേട്ടാ ആക്ച്വലി മൊത്തത്തിലൊരു മാറ്റമാണ്, അല്ലേ? മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ. അല്ലെങ്കിൽ ചത്തു ജീവിതത്തിലുള്ളൊരു 103 കിലോ ഉണ്ടായി, ഇപ്പൊ 92 കിലോ. ഒരു ഭയങ്കര ഗുഡ് ഫീൽ ഇല്ലേ? ഒരു എനർജി ഉണ്ട്. അപ്പൊ എന്തായാലും പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ട്, വളരെ സന്തോഷം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ അല്ലാതെ കാണുന്നുണ്ട്. ഇതല്ലാതെ തന്നെ നേരത്തെ എനിക്ക് അറിയാം. നല്ല കോസ്റ്റ്യൂമിംഗ് ഒക്കെ ആണല്ലോ. അതെന്താണെന്നറിയാമോ, നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ചെന്നപ്പോഴത്തേക്ക് റാം വോക്ക് നടക്കണം അവിടെ. അതിന്റെ ഗസ്റ്റായിട്ട് ഞാൻ ചെന്നാ. അപ്പൊ ആ പെൺകുട്ടി എല്ലാവരും മുമ്പ് വെച്ചിട്ട് പറഞ്ഞ് സാജു ചേട്ടൻ ഇവിടെ ക്യാറ്റ് വോക്ക് ചെയ്യും, അല്ലെ റാമ്പിൽ വരുമെന്ന് പറഞ്ഞ്. ആ കുട്ടിയുടെ വിചാരം ഞാൻ മാറിക്കളയുന്ന. ഞാനപ്പം തന്നെ എന്റെ ഉടുപ്പിന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ വേറെ ലെവലായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം തുപ്പാടായിട്ട് റീൽസ് വന്നു. അതിന്റെ താഴെ കമന്റ് എന്താ പറയുക, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മളൊരു രസത്തിൽ അവര് പറഞ്ഞ് ചെയ്താന്നുള്ളൊന്നും ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ ഒരു പ്രതിസന്ധിയിൽ വരുമല്ലോ. എന്താണ്? മറ്റേ പ്രശസ്തനായ മറ്റേ പോലീസ് ഓഫീസറിന്റെ ഡൂപ്പിന് ചെയ്യാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, വീട്ടിൽ 3 പേര് വേറെ ഉണ്ട്. എന്റെ അനിയത്തി, എന്റെ ബ്രദറൊക്കെ ബഹ്റ സാറിന്റെ ഫിഗറാ. ഞങ്ങളുടെ അമ്മയും ഈ അവസരം അവർക്ക് വിട്ടുകൊടുക്കും. പിന്നെ ഇനിയിപ്പോ അവരോട് കിടക്കട്ടെ, നമ്മൾ വേറെ കുറച്ച് പിടിക്കാം. അടിപൊളി. എന്നാലും നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് കിടക്കുന്നത്. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അതേപോലത്തെ ഒരു ആരോഗ്യ സമ്പന്നമായ ഒരു ഫിഷ് കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് വെച്ച്. അപ്പൊ ഇവിടെ ഷെഫ് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ ചേട്ടന്റെ ടീമാണ്. കാരണം ഷെഫ് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, നമ്മളാണ് ഒരു ടീം. അപ്പൊ ഇവര് കാണാണ്ട് ഞാൻ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചേട്ടനാണ് മെയിൻ ആയിട്ട് കുക്ക് ചെയ്യുന്നത്. ഷെഫ് കുക്ക് ചെയ്യുന്ന നോക്കി അതേപോലെ കുക്ക് ചെയ്താൽ മതി. അത്രേ ഉള്ള സംഭവം. ഈ അതേപോലെ തന്നെ 5ാം ക്ലാസ് സിമ്പിൾ. അതെ, കോപ്പി അടിച്ചാൽ 10ാം ക്ലാസ് പാസ്സായി. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ ഏറ്റവും മിടുക്കനായിട്ട് പയ്യനിരിക്കുക. അവനോട് ഞാൻ ആ പേപ്പർ നട ഞാൻ എഴുതിയിട്ട് തരില്ല. ഇവനെ പറഞ്ഞു പറ്റിച്ച് ഇവന്റെ പേപ്പർ പഠിച്ചാൽ നീറ്റായിട്ട് എഴുതിയിട്ട് പരീക്ഷ തീരാൻ പോവാ.
ഇവന്റെ പേപ്പർ തിരിച്ചു കൊടുത്തപ്പോൾ ടീച്ചർ കണ്ട് ടീച്ചർ സാജു പഠിച്ചെങ്കിൽ അവിടെ വെച്ചാൽ കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തോറ്റുമ്പോൾ ഞാൻ അതിന് നല്ല മാർക്ക് ജയിക്കുകയും ചെയ്തു. അത്ര കോപ്പി അടിക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ. ആ ഒരു കഴിവാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇത് താഴേക്ക് ലോക്ക് ചെയ്തു. യെസ്, ഇത് നമ്മുടെ സ്റ്റവ് വളരെ ഷെഫിന്റെ സ്പെഷ്യൽ ടൈപ്പ് സ്റ്റവ് ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കത്തിക്കുന്നത്? അപ്പൊ എങ്ങനെയാണ് കത്തി? അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെയാ? എന്താണ് അവിടെ ചെയ്യുന്നത് ഞാൻ നോക്കി ചെയ്യണ്ടേ? ഓക്കെ. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, താങ്കൾക്ക് ഈ പാഷാണം ഷാജി എന്ന പേര് എങ്ങനെയാ കിട്ടിയത്? പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തതാ. ഏത് സിനിമയില്? സിനിമയിലല്ല, അത് ചാനലിലാണ് ചെയ്തത്. ആണോ? ഏതാ? ഓക്കെ. അത് ഒരു സ്കിറ്റാണ്. ആ സ്കിറ്റ് പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കും പോലെ വഴിയുടെ അവിടെ നിൽക്കും, ആൾക്കാരെ തമ്മിൽ തല്ലിക്കുക, വഴി തെറ്റിക്കുക, പഠിക്കാൻ പോണ പിള്ളേർ പഠിത്തമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ സ്കിറ്റുകളുടെ ചരിത്രത്തിൽ 7 പാർട്ട് ചെയ്തേക്കണതാ. ഇത് തന്നെ 7 പാർട്ട് ചെയ്തിട്ടുണ്ട്. 7ാമത്തെ പാർട്ട് 2 മണിക്കൂറായത്. എന്നെ കൊണ്ട് മറ്റുള്ളവർ ഈ പേരിടുന്ന എങ്ങനെ? ഈ പാഷാണം ഷാജി എന്നൊരു പേരിടണ്ടേ? ഇത് എങ്ങനെ, എവിടുന്ന് ഈ പേര് കിട്ടിയത്? അത് ഞങ്ങൾ ഈ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ ഇട്ടതാ, ഞങ്ങൾ തന്നെ ഇട്ടതാ. ആണല്ലേ? എങ്ങനെയോ വന്നു പോയതാ. അല്ലേ, കറക്റ്റ് ആ പേരിനൊരു പ്രത്യേകത. അതെ, പേരും വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാനാണ് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ മൊത്തം ഒഴിച്ചുട്ടാ. വീട്ടിലാരൊക്കെയാ കുക്ക് ചെയ്യുന്നത്? വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യും, വൈഫും കുക്ക് ചെയ്യും. മെയിനായിട്ട് ഞാൻ കുക്ക് ചെയ്യും. ശരിക്കും സ്പെഷ്യലായിട്ട് എല്ലാം, നോൺ വെജ് എല്ലാം ഞാൻ ചെയ്യും. എന്താണ് ചേട്ടൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള? ഏറ്റവും ഇതായിട്ട് ചെയ്തേക്കുന്നത് ചക്കപ്പഴം ബീഫ്. ചക്കപ്പഴം ബീഫ്, അത് കൊള്ളാലോ. അത് വെറൈറ്റി ആണല്ലോ, ചക്കപ്പഴം ബീഫ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പാക്ഷൻ ഇട്ടത്? ആദ്യം എണ്ണ ഒഴിച്ചു, പിന്നെ എന്തൊക്കെയായിരുന്നു? പറഞ്ഞു കൊടുക്കുക. രണ്ടുപേര് ചെയ്യുന്നതെങ്കിലും ആദ്യം എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി ഇട്ട്, വേപ്പില ഇട്ട്, അതിനുശേഷം പച്ചമുളക് ഇട്ട് അവിടെ നിൽക്കുക. എന്നിട്ട് പിന്നെ ഇതാ ചെറിയുള്ളി ഇട്ടാ. പിന്നെ ചേട്ടാ എന്തൊക്കെയാണ് ഇനി പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ക്രൈം നമ്പർ 302 സിദ്ദിഖ് സാറ് മെയിനായിട്ടുള്ളൊരു പടം. അപ്പൊ അതില് ചെയ്തിപ്പോ മഴ വന്നപ്പോഴത്തേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തേക്കും. ഈ ഇത്രയും നാൾ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? എന്റെ ക്യാരക്ടർ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാ. പോത്തും തല, വെള്ളി മൂങ്ങ, ദുരന്തം, അങ്ങനെയുള്ള പടങ്ങളാണ് മൊത്തം വന്നത്. പിന്നെ കരിങ്കണ്ണൻ. എനിക്ക് തോന്നുന്നു എന്നെ കാണുമ്പോൾ അവർക്കൊരു ഫീൽ അതാകുമെന്നാണ്. എല്ലാവർക്കും പക്ഷെ ഇഷ്ടം തോന്നണല്ലേ ഭയങ്കരമായിട്ടും. എത്ര നമ്മൾ സിനിമ ചെയ്താലും ഈ അമ്മമാരും ചേച്ചിമാരെ കാണുമ്പോൾ ഇപ്പൊ എന്താ കോമഡിക്ക് വരാത്ത ടി വിയിൽ, അവർ ആ ടി വിയിൽ കൂടെ വന്ന് ഞാൻ അതേ അവര് കാണുള്ളൂ. സിനിമ നടന്നൊക്കെ പിന്നെ ഉള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷഫിൾ ചെയ്യും കേട്ടോ. ഇത് ചട്ടി ഒന്ന് മാറ്റി ഇടയ്ക്ക്, നിങ്ങളത് അറിയത്തില്ല. അതിന്റെ ഇടയിൽ കൂടെ നമ്മളത് ചട്ടി മാറ്റുന്നതായിരിക്കും. അപ്പൊ ഇനി ക്യാരറ്റ് എടുത്തിടുവാണ് കേട്ടോ. നേരത്തെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇതിന്റെ 132 ക്യാരറ്റ്. ക്വാണ്ടിറ്റി ഞാൻ നോക്കുള്ളൂ. അവിടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്താ അറിയോ, ഇവിടെ ഷെഫ് ഉലുവ ഇട്ടു. നമ്മൾ ഉലുവ ഇട്ടില്ലായിരുന്നോ? നമ്മൾ ഉലുവ ഇട്ടിട്ടില്ല. ഇല്ല, ഉലുവ ആദ്യം ഇടണമായിരുന്നു. അപ്പൊ സോറി ഇട്ട് കല്യാണ വീട്ടില് പായസം ഉണ്ടാക്കിയിട്ട് അടുക്കി പിടിച്ച് വലിയ സദ്യക്കുള്ള. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഈ പാചകക്കാരൻ ഇങ്ങനെ ഇളക്കി ചുറ്റും നോക്കിയപ്പോ കല്യാണത്തിന് മേൽനോട്ടം വയ്ക്കുന്ന ഒരു അമ്മാവനുണ്ടാവുമല്ലോ, ഒരു ആവശ്യമില്ലാത്ത. ആ അമ്മാവനെ വിളിച്ചിട്ട് പറഞ്ഞേ ഒക്കെ വാരി ഇടുന്നുണ്ട്. അമ്മാവനെ വിളിച്ചിട്ട് പറഞ്ഞേ ചേട്ടനോട് ക്ഷമിക്കണം. ഒന്നുമില്ല ഉറപ്പല്ലേ? ഞാനൊരു കോൺഫിഡൻസിലാണ് കേട്ടോ. ഈ മുളക് പൊടി മൊത്തം ഇട്ടു ഇട്ടോ. ഷെഫ് ഇടുന്ന പോലെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നു. അപ്പൊ നമ്മളിപ്പോ അളവ് നോക്കിയിട്ടില്ല, വല്ല മാറ്റം നോക്കട്ടെ. ഇല്ല, എനിക്ക് വയ്യ. അപ്പൊ നമ്മള് ഓൾറെഡി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് ഓൾറെഡി നേരത്തെ ഇട്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഇത് രണ്ടും ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി. ഇത് വറ്റിയിട്ടുണ്ട് കേട്ടോ, രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. ഇതെന്താ മാറ്റി വെക്കണോ? ഇത് നമ്മളിനി മസാല അരയ്ക്കാൻ കൊടുക്കാൻ പോവാം. അരപ്പ് അങ്ങോട്ട് ഇടുക. ഈ ഹെയർ സ്റ്റൈല് വർഷങ്ങളായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെ? അതെന്താണെന്നറിയാമോ, ഇതിനൊരു സ്റ്റൈലില്ല. കുളി കഴിഞ്ഞാൽ തല തോർത്തില്ല, മുടി ജീവില്ല. അപ്പൊ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രശ്നമില്ല. അതാണ് കേളി ഹെയർ ഉള്ളവരുടെ ഒരു
ഇതങ്ങനെയാണ്. എനിക്കും കേളി ഹെയർ ഉള്ളപ്പോൾ അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ മുടി ചീകാറില്ല. എന്ത് ഹെയർ? കേളി കേളി അല്ലേ? കേളി ഹെയറിന്റെ ആണത്. അതിന്റെ പ്രത്യേക ഭംഗിയാണ്. പേളിമാണി കേൾക്കണ്ട. പേളിമാണി കേട്ടോട്ടെ, ഒരു പ്രശ്നമില്ല. അപ്പൊ പേളിമാണിയുടെ എന്ത് പറയും? ഇത് കേളി ഹെയർ ആണെങ്കിൽ ഇത് ഇത് ഇപ്പോഴത്തെ അല്ല, ഞാൻ പറഞ്ഞ പൊതുവെ കേളി ഹെയർ ആവുന്ന സമയത്ത് നമുക്ക് കേളി ഹെയർ എന്നാ ഇവിടെ പറഞ്ഞത്. എനിക്കുണ്ട് ആക്ച്വലി. ഇതിപ്പോ ഞാൻ സ്ട്രൈറ്റൻ ചെയ്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആണല്ലേ? അതിന്റെ ഇവിടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്, മറന്നിട്ടില്ല. അത് കണ്ടുപിടിച്ച് അല്ലേ? മസാല ഒന്ന് മൂക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കുരുമുളക് ഇത് എവിടെയുണ്ട്? ഒരു ചുമ്മാ ഒരു ആഡംബരത്തിൽ ഒരു നുള്ള് കണ്ടോ? ഒരു നുള്ള് നമ്മൾ അതിന്റെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്നു. തേങ്ങ അരച്ച മീൻകറിയാണ് ഇത്, വറുത്തരച്ച മീൻകറിയാണ്. അതിന്റെ ഡിഫറൻസ് അങ്ങോട്ട് പറയുവാണ്. അത് നോക്ക്, കണ്ട വറുത്തരച്ചാണല്ലേ ഇരിക്കുന്നത്. അപ്പൊ രണ്ടും ഒരേ രീതിയിലായാലേ തേങ്ങ അരച്ചത് തേങ്ങ വറുത്തരച്ചത്. അതെ. ഇനി എന്താണ് പുളി? 2, 3, 4, 5, 6, 7. ഓക്കെ. ചിലപ്പോ എണ്ണ ഒക്കെ തെറ്റി പറഞ്ഞു വരും, നമ്മൾ തെറ്റിട്ടോട്ടെ വിചാരിച്ചിട്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കേ പെട്രോൾ പമ്പിൽ വണ്ടി കൊണ്ടിട്ട് ആ ചേട്ടൻ ഇതുകൊണ്ട് വെച്ചിട്ട് എന്നെ വന്നിട്ട് ഇങ്ങനെ നോക്കും, പിന്നെയും പോവും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. ഞാൻ നിങ്ങൾ വന്നാൽ ഞാൻ എന്താ സിംഹവാലം കുരങ്ങാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് നോക്കിയിട്ട് പോണത്. ആ ഈ പുള്ളി തന്നെ ഉറപ്പിച്ചു തീരുമാനം. ഉപ്പിട്ടു. അപ്പൊ നമുക്കിത് തിളയ്ക്കാൻ വിടാം അല്ലേ? ഈ തിളയ്ക്കാൻ വിടുന്ന സമയം കൊണ്ട് കലാകാരനെ കൊണ്ട് പാട്ട് പാടിക്കാം അല്ലേ? ചേട്ടാ പാടാം. ഇതിപ്പോ ദാസേട്ടനെ വിളിച്ചിട്ട് ഒരു പാട്ട് പാടുന്ന ആലോചിക്കും ഏത് പാടണമെന്ന്. ഞാൻ വേറെ പറ്റില്ല കമ്പയർ ചെയ്തേക്കുന്നത് ദാസേട്ടനായിട്ട്. അതെ, ഇപ്പൊ നമുക്ക് ഇനി ഇത് മൂടി വെക്കാൻ ചെയ്യണം. മണിച്ചേട്ടനായിട്ട് സെറ്റ് ആവും. ഇത് നമ്മൾ മൂടി വെക്കുന്നുണ്ടോ? ഇത് തന്നെ പറയട്ടെ. മുമ്പായി കുച്ചാണ്ട് ആണങ്കത്തണുമ്മ വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. മുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ. ഓക്കെ. ഞാൻ ഓൾറെഡി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഞാൻ പാടേണ്ട നോട്ടോ അവിടെ ഇവിടേക്കാണ് ഫുൾ നോട്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്? രണ്ട് കോൺസെപ്റ്റിൽ ഒരേ സാധനങ്ങൾ രണ്ട് ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അതിനൊരു വറുത്തരച്ച മീൻകറിയുടെ ടേസ്റ്റ് ഉണ്ട്. ഇത് ഇച്ചിരി കൂടെ ഡാർക്കർ ആണല്ലോ കാണാൻ. അതിനല്ലേടോ വറുത്തരച്ച മീൻകറി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മീനിടാം. ഇപ്പോഴാണ് മീൻ ഇടുന്നത്. ആ മീൻ എത്രയോ നേരമായിട്ട് അവിടെ നോക്കി നിൽക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഇനി മീൻ വേവണ്ടേ? മീനിന്റെ മുകളിൽ റീത്ത് വെച്ചേക്കണ പോലെ പുളി കൊണ്ട് വെച്ചേക്കുന്നത്. ഇതേത് മീനാണ്? ഇത് മോതയാണ്. മോതയാണ്. ഓക്കെ. മീൻകറി റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വേവണ്ടേ? വേവാൻ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി. അപ്പൊ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്താ കഴിക്കുന്നത്? കഴിക്കാൻ നമുക്ക് ആക്ച്വലി ഇതിന്റെ കൂടെ നമുക്ക് ചോറ് കഴിക്കാം, ഇഡലി കഴിക്കാം, ദോശ കഴിക്കാം. പക്ഷെ കോട്ടയംകാർ അച്ഛന്മാർക്ക് ബ്രെഡും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഞാൻ ഈ വൈറ്റ് ബ്രെഡ് പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, എങ്കിൽ പോലും നമുക്ക് ഇന്നിവിടെ ബ്രെഡും മീൻകറിയും കൂടെ ടേസ്റ്റ് ചെയ്യാം അല്ലേ? എനിക്ക് ഇഷ്ടമാണ്. അതെ, നമ്മൾ ബ്രെഡും മീൻകറിയും കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഉപ്പുണ്ടോ നോക്കി? ഒരു പൊടിക്കൂടെ ഉപ്പ് വേണ്ടേ? ഉപ്പുണ്ട്. മീനിലോട്ട് ഇനി ഉപ്പങ്ങ് പിടിക്കണം. അതെ, ഇവര് രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുന്നു. ഞാൻ അവിടെ കയ്യിൽ വെച്ചപ്പോഴേ നാക്കങ്ങോട്ട് എനിക്കല്ലേ തന്നത്. സാധാരണ ഇത്രയും സഹിച്ചാൽ മതി. കപ്പല് കൂടുതൽ സൗണ്ട് ഇങ്ങനെ നിൽക്കും. ഇത് മറ്റേ രാമനാഥൻ പോയ പോലെ ഞാൻ കൈ കൊണ്ടുവന്ന് എന്റെ പുറകെ പോരുവാ. ഇതെന്താ പിന്നെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു ഒഴിച്ചോ? എണ്ണ കിട്ടും. ആരെങ്കിലും ഉണ്ടോ? ഈ എണ്ണ ഒഴിക്കണോ? കീച്ചിക്കോ. ഇനിയിപ്പോ ഞാനല്ല കേട്ടോ, എന്ത് സംഭവിച്ചാലും ഞാനല്ല. ഈ ഒരു എണ്ണ ഇട്ടതിന്റെ പേരില് കൈമാറി. അപ്പൊ നമ്മള് ആയതൊരു ജസ്റ്റ് ഒന്നൊന്ന് ഓടിച്ചെന്ന് പറയാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞോ. നോക്കിക്കൊണ്ട് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഇതിൽ പറയാം. ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, അതുപോലെ മുളക് പൊടി 2 ഉണ്ട്, ചില്ലി ഉണ്ട് അല്ലേ? ഇതുകൊണ്ട് പിന്നെ ഒരു വെള്ള പാൻറ്റും
എനിക്ക് തോന്നി ഇതിന് മുമ്പ് നമ്മൾ ഇത്രയും അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് ലക്ഷ്മി ചേച്ചി വന്ന സമയത്ത് ആയിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് രണ്ടുപേരും തമ്മിൽ. എനിക്കൊന്ന് അതിന് ശേഷം പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ലക്ഷ്മി വന്ന സമയത്ത് ലക്ഷ്മി എത്തിയോണ്ടോ ബഹളവും കൊണ്ട് ആസ്വാദം ഉണ്ടായിരുന്നു. ഇദ്ദേഹം വളരെ കൂളായിട്ട് അതിങ്ങനെ ഒരു ബഹളം ഇല്ല, ഒന്നുമില്ല, നൈസായിട്ട് എല്ലാം നോക്കുന്നുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിയാട്ടോ, ഒരു വലിയ ഡിഫറൻസ് ആയിരുന്നു. ഓഫ് ചെയ്യാം, ഓഫ് ചെയ്തേ, ഫ്രണ്ടിലോട്ട് വെക്കാം. ഓഫ് ചെയ്തു. ഇനി ഒന്നുകൂടെ എന്തിനാ കത്തി? ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ കടുക് താളിക്കാനോ എന്താ ഇതിന് പറയുന്നത് നിങ്ങൾ? താളിക്കും എന്ന് പറയും. ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ കുക്ക് ചെയ്യുന്നത്, നമുക്ക് സത്യമാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മറ്റേ സംഭവം ചെയ്യോ? അടിപൊളി. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ? നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഏകദേശം നമ്മൾ കടുക് വറുത്ത് അല്ലേ, അതും കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഞാൻ ഷെഫ് പറയുന്ന പോലെ തന്നെ വിട്ടേക്കാണ്. ഷെഫിന് ഇഷ്ടം പോലെ. ഓക്കെ ഇടാല്ലേ? ഓക്കെയാണേ. അവർ ഒച്ച കേൾക്കണം. ഓക്കേ, അടിപൊളിയല്ലേ? അടിപൊളി. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ കറി ടേസ്റ്റ് ചെയ്യാം അല്ലേ? അതിഥി ദേവോ ഭവ എന്നല്ലേ? അതിഥി ദേവോ ഭവ എന്നാണ് കാണാൻ ഒരു അല്ലെ, പൊളി ഒരു ചന്തം. അതിനാ പറയുന്നത് വറുത്തരച്ച ക്യാരറ്റ് മീൻകറി. അടിപൊളി. വീട്ടിൽ ഇനി ഭാര്യ എടുത്ത് പറയും തേങ്ങ ഇനി വീട്ടിൽ വാങ്ങിച്ചു ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊളിയല്ലേ? ഇത് നമ്മൾ സായിച്ചേട്ടൻ്റെ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. തിരിച്ച് എന്തായാലും ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിക്കാൻ വേണ്ടിയാണ്. മോനെ, ഈ മീൻകറി ഞാൻ മുക്കണം. കാണാൻ വെരി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഡിലീഷ്യസ്. വേണ്ട, കഴിച്ചോ? കൊതി വെട്ട് വയറ് പണ്ടാരോ. ഞാനോ? പക്ഷെ ചേട്ടൻ അറിയാം, ചേട്ടൻ നന്നായി കുക്ക് ചെയ്യണം. നല്ല ടേസ്റ്റ്, നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തു. ഓ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അല്ലേ? ആ മീനും കൂടെ ആണ്, എനിക്ക് ഇപ്പോഴാണ് മീൻ കിട്ടിയത്. മീനും ബ്രെഡും ഇതും കൂടെ സൂപ്പർ. ഇനി പയ്യന്റെ കറി കാണാം. അതെ, ഒരു പീസ് മതി. നമ്മൾ 3 പേരില്ലേ? ഞാൻ കഴിക്കത്തില്ല. ആ ടിഷ്യൂ കൊണ്ട് കടലാസ് ഉണ്ടാക്കി കൊടുത്താൽ ഒന്ന് ആദ്യം സായിച്ചേട്ടന് കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടി എന്നെ പറയും. ഉഗ്രൻ തേങ്ങാരച്ച അതേ കറി. മുക്കി കേട്ടോ, ശ്രദ്ധിക്കണം. എനിക്ക് തന്നെ തരണം, കൈ പിടിക്കട്ടെ. ഗംഭീരം, സൂപ്പർ. ഗംഭീരം. കളറ്, സ്മെല്ല്, അതുപോലെ ടേസ്റ്റ് ഗംഭീരം. രണ്ടും അടിപൊളിയല്ലേ? ഞാനൊരു ചെറിയ സാധനം ട്രൈ ചെയ്യുന്നത്. ഇപ്പം നല്ല കുത്തരി ചോറ് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്ത് ചട്ടിയിലോട്ട് ഇടാം. ശ്രദ്ധിക്കണേ, നോക്കണം. ഇതൊരു മാജിക്കൽ കോമ്പിനേഷനാണ്. അതെ, ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കാണുന്നുണ്ടല്ലോ, നമ്മളൊക്കെ ഡയറ്റിന്റെ ആൾക്കാരെന്ന് പറയുന്നില്ല കേട്ടോ. നമ്മൾ ഇതിന് നന്നായിട്ട് കുഴയ്ക്കും അല്ലേ? ശ്രദ്ധിച്ചോണേ, ഉരുട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ശാലം അറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തിയ പരിപാടി ഞാൻ. ഇനി എനിക്ക് തരുമ്പോ തരട്ടെ. എങ്ങനെയുണ്ട് ഏട്ടാ?
അല്ല ഈ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാലേ പറഞ്ഞു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ നിന്ന് അത് ഞാൻ വെളിച്ചെണ്ണ വെച്ചപ്പോ ഇങ്ങനെ ആയതാ. ഒരു വർഷം മീനും കൂടെ കേട്ടോ. ടേസ്റ്റ് മാറ്റി. ഞാൻ ഇത് ചെലവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് മീനിങ്ങനെ നന്നായിട്ട് പിടിക്കണ്ടേ നമുക്ക്. എന്നിട്ട് വേണം തിന്നാൻ. ഓക്കെ, ഇതുകൂടെ കൊടുത്തേക്ക്. ഇത് അവിടെ കിടന്നല്ല. എനിക്കറിയാം. ഞാൻ വെറും ചോറും വേറെ ഒന്നും വേണ്ട. ചട്ടിക്കകത്ത് മീനുണ്ടോ? മീനുണ്ട്. എനിക്കൊക്കെ പുളി മുമ്പ് നിൽക്കുന്ന ആൾക്കാരാ കറിക്ക്, പക്ഷെ ഇത് സൂപ്പർ. അപ്പൊ നമ്മളുടെ ചേട്ടൻ വന്നു. ഷെഫ് പറ, കോമ്പറ്റീറ്റർ. ഞാനേ അതവിടെ കേട്ടെ. ഞാൻ അഭിനയിച്ചൊരു പടത്തിൽ ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. ആ പാട്ടിൽ 2 വരി. വാടാമല്ലിപ്പൂവേ വാതുക്ക നിക്കണ പെണ്ണേ, ഇടമറയണ കണ്ണും കൊണ്ട് എന്നെ നീ നോക്കിയതല്ലേ. വാടാമല്ലിപ്പൂവേ വാതുക്ക നിക്കണ പെണ്ണേ, ഇടമറയണ കണ്ണും കൊണ്ട് എന്നെ നീ നോക്കിയതല്ലേ. മാനത്ത് നോക്കി കിടക്കണ നേരം താഴത്ത് നിൽക്കണ പെണ്ണിനെയോർത്ത്, മാനത്ത് നോക്കി കിടക്കണ നേരം താഴത്ത് നിൽക്കണ പെണ്ണിനെയോർത്ത്, ഈ കരിമഷിയിട്ട കണ്ണിൽ നോക്കി മിനുങ്ങണ ചന്തം ഞാൻ കണ്ടേ, നിൻ ചന്തം ഞാൻ കണ്ടേ. അത് കള്ളു പിടിച്ചിട്ട് പാടണേട്ടാ. ഈ ആ ഫീൽ വന്നെങ്കിൽ ഇവിടെ അത് വേണം. പ്രൊഡ്യൂസർ അടുത്ത പ്രാവശ്യം ഇതിന്റെ 6 വരിയും കൂടെ ഉണ്ട്. അടിപൊളിയായിട്ട് നല്ല സൗണ്ട് ഭയങ്കര അല്ലേ. സാഹചര്യം അതുമ്പോൾ നമുക്ക് വെറും കൈയോടെ വിട്ടയക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സ്, അത് ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് ആണ്. അപ്പൊ നമുക്ക് സ്പൈസ് കേക്സിന്റെ റിച്ച് ന്യൂട്രീഷൻ സൂപ്പർ റിച്ച് ആൻഡ് ടേസ്റ്റിന്റെ നമ്മുടെ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ആണ്. ഫുഡ് ടേസ്റ്റ് ആവും. നമുക്ക് ഉപ്പാണല്ലോ, അപ്പൊ ഉപ്പിന് വേണ്ടിട്ട് നമ്മുടെ ടേസ്റ്റ് ആവും. അതാണ് നമ്മുടെ സൈജന്റെ അടുത്ത ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് മാറ്റിയാൽ ഗ്രാൻഡ് ആവാം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഡയമണ്ട് ലൈഫ്സിന്റെ കുറച്ച് ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അച്ചാർ, അതൊക്കെ അച്ഛൻ സമ്മതിക്കില്ല. അച്ചാറ്, അതുപോലെ തന്നെ നമുക്ക് കുറെ മസാലപ്പൊടികൾ, അതുപോലെ തന്നെ നമ്മുടെ ബീഫ് മസാല പായസം മിക്സ് ആയിരുന്നു. ഞാൻ മസാലപ്പൊടി തന്നെ കൊടുത്തു. പായസം മിക്സ് മസാലപ്പൊടികളും. അടുത്ത സീക്രട്ട് വൈറ്റൽസ് ബൈ നമ്മുടെ JR സീക്രട്ട് വൈറ്റൽസ് ബൈ നമ്മുടെ JRTS ഫുഡ് പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ ഫാം ഹൗസിന്റെ വെണ്ണയും നെയ്യും വേർതിരിക്കാത്ത പശുവിൻ പാലിന്റെ ഫാം ഹൗസിന്റെ നെയ്യ്, അതാണ് നമ്മൾ അടുത്തത്. എടുത്തോ. ഓക്കെ, നമ്മുടെ പാലും തൈരുമാണ്. നെയ്യൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ. ഇത് പക്ഷെ പാലും തൈരുമാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത് നമ്മുടെ മേജർ പുട്ടുപൊടിയാണ്. ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. നമ്മൾ എന്തായാലും നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പം 2 പേരും ഇത് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും തിന്ന് കുറെ എൻജോയ് ചെയ്തു. അതെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ സായിഷേട്ടനെ കൂട്ട് പിന്നെയും ഒരു ഫുഡ് ഐറ്റം അല്ലാതെ ഒരാഴ്ച പോകത്തുള്ളൂ. എന്തായാലും ഇതുപോലെ ഉണ്ടാക്കത്തില്ലേ? ഇത് അടുത്ത ദിവസം തന്നെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡ് നമ്മൾ ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പൊ സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, Chef Nalan. Bye-bye.